പറയുന്നത് ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ രണ്ട് ടോപ്പിക്സുകളാണ്. ഫസ്റ്റ് വൺ ആണ് ട്രാൻസ്പിരേഷൻ, ദെൻ സെക്കൻഡ് വൺ ഫ്ലോയം ട്രാൻസ്പോർട്ടേഷൻ. ഫ്ലോയത്തിലൂടെയുള്ള മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ സൈലത്തിലൂടെ എങ്ങനെയാണ് ലീവ്സിലേക്കും റൂട്ട്സിലേക്കും എത്തിച്ചേരുന്നതിനെ കുറിച്ചിട്ടാണ് അല്ലെ. സൈലത്തിലൂടെയുള്ള വാട്ടറിന്റെ അപ്വേർഡ് മൂവ്മെന്റ് സാധ്യമാകുന്നത് രണ്ട് ഡ്രൈവിംഗ് ഫോഴ്സ് വഴിയാണ്. ഒന്ന് റൂട്ട് പ്രഷർ, സെക്കൻഡ് വൺ ആണ് ട്രാൻസ്പിരേഷൻ പുൾ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ട്രാൻസ്പിരേഷൻ പുള്ളിന് ഫോം ചെയ്യാനായിട്ട് കാരണം ട്രാൻസ്പിരേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ട്രാൻസ്പിരേഷൻ എന്താണെന്നുള്ളത്. നിങ്ങൾക്കറിയാം എന്താണ് ട്രാൻസ്പിരേഷൻ എന്ന്. ഡേ ടൈമില് പ്ലാന്റ്സിന്റെ ലീവ്സിൽ കാണപ്പെടുന്ന സ്റ്റൊമാറ്റൽ സ്റ്റൊമാറ്റോ വഴി വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്ന ആ പ്രോസസ്സിനെ പറയുന്നതാണ് ട്രാൻസ്പിരേഷൻ എന്നാണ്. എന്താണ് ട്രാൻസ്പിരേഷൻ? ദി ഇവോപ്പറേഷൻ ഓഫ് വാട്ടർ ഫ്രം ദി പ്ലാന്റ്സ്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ട്രാൻസ്പിരേഷൻ. ഇപ്പൊ ട്രാൻസ്പിരേഷൻ നടക്കുന്നത് ഡേ ടൈമിലാണ്, സ്റ്റൊമാറ്റൽ പോസ് വഴിയാണ്. ഇപ്പൊ ഒരു സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഒരു ഓപ്പണിംഗ്, ടൈനി പോസ് ഉണ്ട് അല്ലെ, അതിനാണ് സ്റ്റൊമാറ്റൽ പോസ് അല്ലെങ്കിൽ സ്റ്റൊമാറ്റൽ അപ്രേച്ചർ എന്ന് പറയും. അതിനെ സറൗണ്ട് ചെയ്തിട്ട് രണ്ട് ഗാർഡ് സെൽസുകളുണ്ട്. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കിഡ്നി ഷേപ്പ്ഡോ അല്ലെങ്കിൽ ബീൻ ഷേപ്പ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിനനുബന്ധിച്ചിട്ട് സബ്സിഡിയറി സെൽസ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റൊമാറ്റോ കാണപ്പെടുന്നത് ലീവ്സിന്റെ എവിടെയായിരിക്കും? എപ്പിഡെർമിസിലായിരിക്കും കാണപ്പെടുന്നത്. ഡേ ടൈമില് സ്റ്റൊമാറ്റ ഓപ്പൺ ആയിരിക്കും, അതിലൂടെയാണ് ട്രാൻസ്പിരേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ നൈറ്റ് ടൈമില് സ്റ്റൊമാറ്റ ക്ലോസ്ഡ് ആയിരിക്കും, അതിൽ കൂടെ എന്ന് പറയുന്നത് ട്രാൻസ്പിരേഷൻ നടക്കുന്നില്ല. പിന്നെ നമ്മൾ മോണോകോട്ടൽ ലീഫ്, ഡൈക്കോട്ടൽ ലീഫ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിൽ മോണോകോട്ടൽ ലീഫിലും ഡൈക്കോട്ടൽ ലീഫിലും എന്ന് പറയുന്നത് സ്റ്റൊമാറ്റയുടെ നമ്പർ വ്യത്യാസമായിരിക്കും. മോണോകോട്ടൽ ലീഫ് എടുത്തു കഴിഞ്ഞാൽ ആ ലീഫിന്റെ അപ്പർ സർഫസിലും ലോവർ സർഫസിലും എന്ന് പറയുന്നത് സ്റ്റൊമാറ്റയുടെ നമ്പർ ഈക്വൽ ആയിരിക്കും. എന്നാൽ ഡൈക്കോട്ടൽ ലീഫ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോവർ സർഫസിലായിരിക്കും സ്റ്റൊമാറ്റ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പർ സർഫസിൽ ചില ലീവ്സിൽ വളരെ ചുരുങ്ങിയ സ്റ്റൊമാറ്റ നമ്പേഴ്സ് ആയിരിക്കും കാണാം. ചിലപ്പോൾ ചില ഡൈക്കോട്ടൽ ലീഫിൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആബ്സെന്റും ആയിരിക്കും. അസെൻഡോസാംബ്, ഈ അസെൻഡോസാംബ് എന്ന് പറയുന്നത് സൈലത്തിലൂടെയുള്ള വാട്ടറിന്റെ മുകളിലോട്ടേക്കുള്ള റൈസിങ്ങിനെയാണ് അസെൻഡോസാംബ് എന്ന് പറയുന്നത്. അപ്പൊ അസെൻഡോസാംബ് നടക്കാനായിട്ട് കാരണം നമുക്ക് ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടായിരിക്കും, അതാണ് ട്രാൻസ്പിരേഷൻ. അപ്പൊ ട്രാൻസ്പിരേഷന്റെ ഫലമായിട്ടാണ് സൈലത്തിലൂടെയുള്ള വാട്ടർ മുകളിലോട്ടേക്ക് റൈസ് ചെയ്യാനായിട്ട് കാരണമാകുന്നത്. അപ്പൊ ഈ അസെൻഡോസാംബ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വാട്ടറിന്റെ 3 ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയാണ്. ഫസ്റ്റ് വൺ ആണ് കൊഹീഷൻ, ദെൻ സെക്കൻഡ് വൺ അഡീഷൻ, തേർഡ് വൺ സർഫസ് ടെൻഷൻ. ഈ 3 ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, വാട്ടറിന്റെ 3 ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സൈലത്തിലൂടെ വാട്ടർ മുകളിലോട്ടേക്ക് റൈസ് ചെയ്ത് പോകുന്നത്. ഇതില് ഹയർ പ്ലാന്റ്സിൽ. അപ്പൊ എന്താണ് കൊഹീഷൻ എന്ന് പറയുന്നത്? കൊഹീഷൻ എന്ന് പറയുന്നത് ഒരേപോലത്തെയുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള മ്യൂച്വൽ അട്രാക്ഷൻ ആണ് കൊഹീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ പറയാൻ, വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള പരസ്പര അട്രാക്ഷൻ ആണ് കൊഹീഷൻ എന്ന് പറയുന്നത്. അഡീഷൻ എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള രണ്ട് മോളിക്യൂൾസുകൾ തമ്മിലുള്ള അട്രാക്ഷൻ ആണ് അഡീഷൻ. ഇപ്പൊ വാട്ടർ മോളിക്യൂൾസും സൈലം വെസൽസും തമ്മിലുള്ള അട്രാക്ഷൻ ആണ് അഡീഷൻ എന്ന് പറയുന്നത്. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് അറിയാം നമുക്ക്, ലിക്വിഡ് സ്റ്റേജിൽ എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസുകൾക്ക് എല്ലാം ഒരേപോലെ അട്രാക്ട് ചെയ്ത് അതിന്റെ സർഫസ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഈ 3 സർഫസ് ടെൻഷൻ, കൊഹീഷൻ, അഡീഷൻ, ഈ 3 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അസെൻഡിങ് ലിംബിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 3 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നടക്കുന്നത് കൊണ്ടാണ് വാട്ടറിൽ സൈലത്തിലൂടെ വാട്ടർ അപ്വേർഡ് മൂവ്മെന്റ് സാധ്യമാകുന്നത്. ഇതിന്റെ പർപ്പസസ്, ഒരു ട്രാൻസ്പിരേഷൻ നടക്കുന്നത് കൊണ്ട് പ്ലാന്റ്സിന് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാവുന്നത്?
ഫസ്റ്റ് വണ്ണാണ് നമുക്ക് അറിയാം ട്രാൻസ്പിരേഷൻ നടക്കുന്നത് കൊണ്ടാണ് അവിടെ ഒരു ട്രാൻസ്പിരേഷൻ പുള്ള് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ ട്രാൻസ്പിരേഷന്റെ പുള്ള് ഫലമായിട്ടാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. അബ്സോർപ്ഷനും പിന്നെ എന്താണ് മിനറൽസിന്റെയും വാട്ടറിന്റെയും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ ട്രാൻസ്പിരേഷന്റെ ഫലമായിട്ട് അവിടെ ഒരു ട്രാൻസ്പിരേഷൻ പുള്ള് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രാൻസ്പിരേഷൻ ഫലമായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള വാട്ടർ എന്താണ് വരുന്നത് സപ്ലൈ ചെയ്യുന്നത് ഈ ട്രാൻസ്പിരേഷന്റെ ഫലമായിട്ടാണ്. ഈ ട്രാൻസ്പിരേഷന്റെ ഫലമായിട്ട് വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോൾ വാട്ടർ ലീഫിന്റെ സർഫസിൽ ഒരു കൂളിംഗ് ഇഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്ലാന്റിന്റെ സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ട്രാൻസ്പിരേഷന്റെ ഫലമായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെല്ലിന്റെ ടർജിഡിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് നിലനിർത്താനായിട്ട് ട്രാൻസ്പിരേഷൻ കൊണ്ട് സാധ്യമാകുന്നുണ്ട്. ഫ്ലോയം ട്രാൻസ്പോർട്ടേഷൻ. ഫ്ലോയത്തിലൂടെ നമുക്കറിയാം ഫുഡ് മെറ്റീരിയൽസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫുഡ് മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാകുന്നത് ട്രാൻസ്ലൊക്കേഷൻ വഴിയാണ്. അപ്പൊ ട്രാൻസ്ലൊക്കേഷൻ വഴിയാണ് ഫ്ലോയത്തിലൂടെയുള്ള ഫുഡ് മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ. ഇനി ഫ്ലോയത്തിലൂടെയുള്ള മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് സോഴ്സിൽ നിന്നും സിങ്കിലേക്കായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ടേം പുതിയതായിട്ട് നമ്മൾ കേട്ടു അല്ലെ. എന്താണ് സോഴ്സ്, എന്താണ് സിങ്ക് നോക്കാം. സോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു പ്ലാന്റിന്റെ ഏത് പാർട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ആ പാർട്ടിനെ പറയണതാണ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സോഴ്സ് ഏതായിരിക്കും നമുക്കറിയാം ലീവ്സ് ആണ് അല്ലെ. ഫോട്ടോസിന്തസിസ് വഴി ലീവ്സ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ പ്ലാന്റിന്റെ ഏത് പാർട്ടായിരിക്കും സോഴ്സ് ആയിട്ട് വരുന്നത്? ലീഫ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടേം ആണ് സിങ്ക് എന്ന് പറയുന്നത്. സിങ്ക് എന്നാണ് ഈ പ്രിപ്പയർ ചെയ്ത ഫുഡ് പ്ലാന്റ്സ് എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ പാർട്ടിനെ പറയണതാണ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലോയത്തിലൂടെയുള്ള ഫുഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഫുഡ് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? സോഴ്സിൽ നിന്നും സിങ്കിലേക്കായിരിക്കും. അതെങ്ങനെയാണ് ഫുഡ് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ട്രാൻസ്ലൊക്കേഷൻ വഴിയായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാകുന്നത്. ഫ്ലോയത്തിലൂടെ എന്താണ് ഫുഡ് മെറ്റീരിയൽസ് ആണ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഷുഗർ ആണ് മെയിൻ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഷുഗറുമായിട്ട് അതിന്റെ ട്രാൻസ്ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹൈപ്പോത്തസിസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതാണ് പ്രഷർ ഫ്ലോ അല്ലെങ്കിൽ മാസ് ഫ്ലോ എന്ന് പറയുന്നത്. മാസ് ഫ്ലോ അല്ലെങ്കിൽ പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് ഇത് വെൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. എന്തിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട്? ഷുഗറിന്റെ ട്രാൻസ്ലൊക്കേഷനുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഷുഗറിന്റെ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് സോഴ്സിൽ നിന്നും സിങ്കിലേക്കുള്ള ഒരു ഷുഗറിന്റെ ട്രാൻസ്ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ് ആണ് പ്രഷർ ഫ്ലോ അല്ലെങ്കിൽ മാസ് ഫ്ലോ എന്ന് പറയുന്നത്. ഇത് 1930 ഏണസ്റ്റ് മച്ച് ആണ് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ എന്താണ് ഈ ഹൈപ്പോത്തസിസില് പറയണത്? എന്താണ് ഈ ഹൈപ്പോത്തസിസില് പറയണത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതില് ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് ലീവ്സില് ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യും. ഈ ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്തിട്ട് സൂക്രോസ് ആയിട്ട് മാറും. ഈ സൂക്രോസ് ആണ് ഫ്ലോയത്തിലേക്ക് ലോഡ് ചെയ്യപ്പെടുന്നത്. ആദ്യം നമ്മൾ ഫ്ലോയത്തിന്റെ എന്ന് പറയുന്നത് ഫ്ലോയം നിർമ്മിച്ചിരിക്കുന്നത് 4 എലമെന്റ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് സൂക്രോസ് എൻ്റർ ചെയ്യുന്നത് കമ്പാനിയൻ സെൽസിലേക്ക്. അതിനുശേഷമാണ് സീൽ ട്യൂബിലേക്ക് സൂക്രോസ് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സൂക്രോസ് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ നടക്കുന്നത് ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. എനർജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ് അവിടെ സാധ്യമാക്കുന്നത്. അങ്ങനെ ഫ്ലോയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഫ്ലോയത്തിൽ എന്തായിരിക്കും? ഒരു ഹൈപ്പർട്ടോണിക് കണ്ടീഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ഹൈപ്പർട്ടോണിക് കണ്ടീഷൻ എന്ന് അറിയാം? സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ഫ്ലോയത്തില് ഇൻക്രീസ്ഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ കണ്ടീഷനാകുമ്പോൾ എന്ന് പറയുന്നത് മെറ്റീരിയൽസിന് മൂവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ തൊട്ടടുത്തുള്ള അഡ്ജസ്റ്റന്റ് സെൽസ് അതായത് സൈലം സെൽസിൽ നിന്നും വാട്ടർ മോളിക്യൂൾസ് ഓസ്മോസിസ് വഴി ഫ്ലോയത്തിലേക്ക് എൻട്രി. ഇതിന്റെ അകത്ത് ഓസ്മോട്ടിക് പ്രഷർ ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ വാട്ടർ പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് മെറ്റീരിയൽസിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ സൂക്രോസ് മൂവ് ചെയ്തിട്ട് എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പൊ ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്ലേസിനെ പറയുന്നതാണ് സിങ്ക് എന്ന് പറയുന്നത്.
ചിലപ്പോൾ റൂട്ടിലാവാം, ചിലപ്പോൾ സ്റ്റെമ്മിലൊക്കെ ആയിരിക്കും ഈ ഫുഡ് മെറ്റീരിയൽസ് പ്ലാന്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അവിടേക്ക് ഈ ഫ്ലോയത്തിലൂടെ ഈ സൂക്രോസ് എത്തും. എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സൂക്രോസിന്റെ രൂപത്തിലല്ല, ആ സൂക്രോസിനെ വീണ്ടും കൺവേർട്ട് ചെയ്ത് സ്റ്റാർച്ചിന്റെ രൂപത്തിലോ സെല്ലുലോസിന്റെ രൂപത്തിലോ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നമ്മൾ പറയുന്നത് സിംഗിൾ ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്ലേസസിൽ എപ്പോഴും എന്ന് പറയുന്നത് അവിടെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ലോ ആയിരിക്കണം. അപ്പൊ ലോ ആയിരുന്നാൽ മാത്രമേ എവിടുന്ന് ഫ്ലോയത്തിൽ നിന്ന് ഈ സൂക്രോസ് ഇത് ക്രോസ് ചെയ്തിട്ട് എവിടേക്ക് എത്തുള്ളൂ, ഈ സ്റ്റോറിംഗ് പ്ലേസ് സിങ്കിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഫ്ലോയത്തിൽ നിന്നും ഫുഡ് മെറ്റീരിയൽസ് എവിടേക്ക് എത്തി, അത് സ്റ്റോർ ചെയ്തേണ്ട പ്ലേസസിൽ വന്ന് അവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമുക്കറിയാം ഫ്ലോയത്തിൽ എന്തായിരിക്കും ഓസ്മോട്ടിക് പ്രഷർ അപ്പൊ ലോ ആയിരിക്കും. അപ്പൊ തൊട്ടടുത്തുള്ള അഡ്ജസ്റ്റന്റ് സൈലത്തിലേക്ക് വാട്ടർ മൂവ് ചെയ്യും. അപ്പൊ എന്താണ് പ്രഷർ ഫ്ലോ അല്ലെങ്കിൽ മാസ് ഫ്ലോ ഹൈപ്പോതെസിസ് എന്ന് മനസ്സിലായല്ലോ. അതായത് ഗ്ലൂക്കോസിന്റെ ട്രാൻസ്ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെക്കാനിസമാണ് ദ പ്രഷർ ഫ്ലോ അല്ലെങ്കിൽ മാസ് ഫ്ലോ ഹൈപ്പോതെസിസ്. അതിൽ പറയണത് ആദ്യം എന്താണ്, ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് സോഴ്സിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നു. ഈ ഗ്ലൂക്കോസ് എന്നിട്ട് എന്തായി മാറുന്നു, സൂക്രോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ സൂക്രോസ് ആണ് ഫ്ലോയത്തിലേക്ക് ലോഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫ്ലോയത്തിൽ എന്തായിരിക്കും, സൂക്രോസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈപ്പർടോണിക് കണ്ടീഷൻ ആയിരിക്കും. ഹൈപ്പർടോണിക് കണ്ടീഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുതലായിരിക്കും. അങ്ങനെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അഡ്ജസ്റ്റന്റ് സൈലത്തിൽ നിന്നും വാട്ടർ ഫ്ലോയത്തിലേക്ക് ഓസ്മോസിസ് വഴി എൻട്രി ചെയ്യുന്നു. അപ്പോൾ അവിടെ ഫ്ലോയത്തിൻ്റെ അകത്ത് ഓസ്മോട്ടിക് പ്രഷറും വാട്ടർ പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യുന്നു. ഈ ഓസ്മോട്ടിക് പ്രഷറും വാട്ടർ പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഫ്ലോയത്തിലൂടെയുള്ള മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഈസി ആവുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലോയത്തിൽ നിന്നും മെറ്റീരിയൽസ് മൂവ് ചെയ്തിട്ട് സിങ്കിലെത്തുന്നു. സിങ്കിൽ എത്തുമ്പോൾ എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഓസ്മോട്ടിക് പ്രഷർ ലോ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഫ്ലോയത്തിൽ നിന്നും മെറ്റീരിയൽസ് ഇവിടേക്ക് സിങ്കിലേക്ക് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ അവിടെ സിങ്ക് എന്ന് പറയുന്നത് സ്റ്റോറേജ് പ്ലേസ് ആണ് അല്ലേ. ആ സ്റ്റോറേജ് പ്ലേസ് സൂക്രോസ് വീണ്ടും കൺവേർട്ട് ചെയ്ത് സ്റ്റാർച്ചിൻ്റെ രൂപത്തിലോ സെല്ലുലോസിൻ്റെ രൂപത്തിലോ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫ്ലോയത്തിൽ നിന്നും സൂക്രോസ് പോകുമ്പോൾ ഫ്ലോയത്തിൽ ഓസ്മോട്ടിക് പ്രഷർ ലോ ആവുന്നു. അങ്ങനെ ഫ്ലോയത്തിൽ നിന്നും വാട്ടർ തൊട്ടടുത്തുള്ള സൈലത്തിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതാണ് പ്രഷർ ലോ മാസ് ഫ്ലോയിൽ പറയുന്നത്.